പ്രിയ സഞ്ചാരികളെ, നമുക്കെല്ലാം അറിയാം, നമ്മുടെ കൂടെ എല്ലാ യാത്രകളിലും ഉണ്ടായിരുന്ന നമ്മുടെ റംഷാദ് അഡ്മിൻ കൂടിയാണ്, നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പർ കൂടിയാണ്. അവൻ നമ്മൾ വിട്ട് പിരിഞ്ഞു പോവുകയാണ്. അവൻ്റെ ജോബ് ഇവിടുന്ന് റിസൈൻ ചെയ്ത് അവൻ നാട്ടിലോട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ആസ് എ മെമ്പർ, ഒരു ആക്റ്റീവ് അഡ്മിൻ എന്നുള്ള നിലക്ക് നമുക്ക് അവൻ്റെ കാര്യങ്ങൾ, വിശേഷങ്ങളെല്ലാം ഒന്ന് ചോദിച്ചറിയാം. റംഷ, എന്നാണ് നീ ഇവിടെ സൗദിയിലെത്തിയത്? എങ്ങനെയാണ് ആ ഒരു ദിനത്തെ നീ ഓർത്തെടുക്കുന്നത്? ഞാൻ 2015 സെപ്റ്റംബർ 6-ാം തീയതി 2015 6-ാം തീയതി ഞാൻ ഇവിടെ സൗദിയിലെത്തി. ജിദ്ദയിൽ തന്നെ ആയിരുന്നു വന്നത്? അല്ല, ആക്ച്വലി ഞാൻ റിയാദിലാണ് വന്നിരുന്നത്. അന്ന് എൻ്റെ ഫാമിലി മീൻസ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊന്ന് ട്രാവൽ ചെയ്യാൻ ഒരു ഫെസിലിറ്റിയും ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് എനിക്ക് എൻ്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പോവാണെങ്കിൽ ഞാൻ നിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീ എന്താ പഠിച്ചത്? ഇൻസ്ട്രുമെന്റേഷൻ. കൂടുതൽ ഓയിൽ ഫീൽഡ് മീൻസ് കൺസ്ട്രക്ഷൻ മീൻസ് ആ ഒരു യാമ്പൂലും അതിന് ഫെസിലിറ്റി ഉണ്ടല്ലോ, ഓയിൽ റിഫൈനിങ്. അതായിരുന്നു എൻ്റെ, അതായത് ഇൻസ്ട്രുമെന്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതിലാണ് കൂടുതൽ സാധാ. അതിൽ വെച്ചിട്ടാണ് ഞാൻ സൗദിയിൽ വന്നത്. അപ്പോൾ എൻ്റെ പെങ്ങള് മീൻസ് എൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് റിയാദിൽ അങ്ങനെ ഓയിൽ റിഫൈനിങ്ങിൻ്റെ ഒരു ചാൻസസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഠിക്കാന്നുള്ള രീതിയിൽ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അത് സാലറി നോക്കിയിട്ട് മാത്രമല്ല, അതിലും കൂടുതൽ സാലറി കിട്ടുന്ന ജോലി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സെലക്ട് ചെയ്തില്ല. കുറച്ച് പേരുടെ റെഫറൻസിൽ എനിക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന കമ്പനി എന്നുള്ള രീതിയിൽ സൗദി പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ റിയാദിൽ തന്നെ ആയിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ. അത് എത്ര വർഷം അവിടെ വർക്ക് ചെയ്തു? 1.5 വർഷം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഞാനവിടെ എൻ്റെ കൂടെ ഒരുപാട് പേര് ലേൺ ചെയ്തു. പക്ഷെ ഞാൻ പിടിച്ചു നിന്നത് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി പുറത്തുനിന്ന് എനിക്ക് സോഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ലേൺ ചെയ്യാൻ പറ്റുന്ന ബെറ്റർ കമ്പനി. ഒരു വർക്ക് പോലും പുറത്തേക്ക് പോവില്ല. എല്ലാം അകത്തുനിന്ന് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സിങ് ഇല്ല, എല്ലാം അകത്തുനിന്നാണ്. അങ്ങനെ ലേൺ ചെയ്ത് ഈ കമ്പനിയിൽ നിന്ന് വന്നു. ആ ലേണിംഗ് ആണ് ഇപ്പോഴും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ മേലെ വെക്കുന്നത്. ഇപ്പം ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്നത് റസാജിയിലാണ്. ഞാൻ എൻ്റെ ലേണിംഗ് കപ്പാസിറ്റി ആ 1.5 വർഷം ഉണ്ടല്ലോ, അതെനിക്ക് തന്നെ മനസ്സിലായി. എനിക്ക് ഭയങ്കര ലേണിംഗ് ഉണ്ട് കമ്പാരിറ്റീവ്ലി. എനിക്കറിയില്ല, കമ്പാരിറ്റീവ്ലി ആ ഒരു ഇപ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്കറിയാം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആ ഒരു സൗദി പ്ലാസ്റ്റിക്. അപ്പോൾ എനിക്കൊരു ഡിമാൻഡായി. ഞാൻ അത് വെച്ചിട്ട് മറ്റുള്ള കമ്പനിയിൽ ബാർഗൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ എക്സിറ്റ് അടിച്ചു പോയി. ഒരു കമ്പനി എനിക്ക് അവർ ഓഫർ ചെയ്തു, അവർ തന്നെ വിസ ഓഫർ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു. അതാണോ റാസ ഹൈജീൻ? നോ ഇറ്റ് വാസ് ഇൻ ബയോമെഡിക്കൽ ഫീൽഡായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ട്രാവലിംഗ് മീൻസ് ഒരു സ്ഥലത്ത് തന്നെ തികച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അൺഫോർച്യുനേറ്റ്ലി അറ്റ് ദാറ്റ് ടൈം സൗദി വാസ് ഇൻ റിസിഷൻ. സൗദി റിസിഷനിലായിരുന്നു. അവിടുന്ന് ഗവൺമെൻറ് കൃത്യമായിട്ട് ക്യാഷൊന്നും കമ്പനികൾക്ക് ഇഷ്യൂ ചെയ്തില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് റിസിഷൻ ബാധിച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി. അത് ഏത് ഇയറിൽ? അത് നല്ലൊരു ഫീൽഡായിരുന്നു. അത് ഏത് ഇയറിലാണ് ഇറങ്ങിയത്? 2019 ഇറങ്ങിയത്. 90 കറക്റ്റ്. അപ്പൊ ശരിക്കും കൊറോണയുടെ സമയത്താണോ നീ റാസ ഹൈജീനിലൊക്കെ ജോയിൻ ചെയ്യുന്നത്? അല്ല, 2019 കൊറോണ ആയിട്ടില്ല. 2019 2018 ലാസ്റ്റിലാണ് ഞാൻ പറഞ്ഞത് ഡിസംബറോട് കൂടി എനിക്കൊരു പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, അത് കറക്റ്റ് സാലറി ഇല്ലാണ്ട് പോയിട്ടില്ല. ഞാൻ അതിൽ കുറഞ്ഞ സാലറിയിൽ കമ്പനിയിൽ ജോയിൻ ചെയ്തതാണ് റസാജീൻ. അത് ജിദ്ദയിൽ എത്തിപ്പെട്ടു. അത് കുറഞ്ഞ സാലറി ആണെങ്കിൽ പോലും എനിക്കൊരു നഷ്ടം ഫീൽ ചെയ്തില്ല. കാരണം സൗദിയെ പറ്റിയുള്ള മൊത്തം കാഴ്ചപ്പാട് മാറി കിട്ടി. അത് മാത്രമല്ല, നമ്മുടെ ഒരു ക്യാരക്ടർ ഇംപ്രൂവൈസേഷൻ വന്നത് ജിദ്ദയിൽ വന്നതിന് ശേഷം. അതിൽ ഒരു പങ്ക് റസാജീനും ഉണ്ട്, നമ്മുടെ റൂംമേറ്റ്സിനും ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനും ഉണ്ട്. എങ്ങനെ ഇപ്പൊ ജിദ്ദയിൽ വന്നതിന് ശേഷം ആണോ നീ സഞ്ചാരിയുമായി ബന്ധപ്പെടുന്നതും കാര്യങ്ങളൊക്കെ? അതല്ല, അറിയാതെ തന്നെ നീ സഞ്ചാരിയിലൊക്കെ? റിയാദിൽ എനിക്ക് വണ്ടിയുണ്ട്, ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ആളുകൾ അല്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടി യാത്ര എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ കേസാവാ എന്തായിരിക്കാം, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. അന്ന് പോലും ഞാൻ സഞ്ചാരിയുടെ, അതായത് ഇത്രയും സൗദി എക്സ്പ്ലോർ ചെയ്യാൻ, ഞാൻ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് കൂടുതൽ നാട്ടിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ, എല്ലാവർക്കും വേണ്ടി ആ ഒരു ഇത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിനുശേഷം ജിദ്ദയിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി ഫ്രീ ആയി. എന്നെ പരിചയമുള്ള ആളുകൾ, എൻ്റെ നാട്ടുകാരില്ല, കുടുംബക്കാരില്ല, അതില്ലാത്തൊരു ഫ്രീഡം കിട്ടി എന്നുള്ളത്. ഫ്രീഡം കിട്ടിയത് മാത്രമല്ല, നമുക്ക് വന്ന വഴിക്ക് ഞാൻ
ഞാൻ ജാസിയുമായിട്ട്, നമ്മുടെ അഡ്മിൻ ജാസിയുമായിട്ട് ബന്ധപ്പെട്ടു. എങ്ങനെ ജാസിയുടെ കോണ്ടാക്ട് കിട്ടി? ഞാൻ അന്ന് എനിക്ക് ഫേസ്ബുക്ക് വഴി കിട്ടിയതാണോ അതല്ല വേറെ എന്തെങ്കിലും മാധ്യമമായി കിട്ടിയതാണോ? പേഴ്സണൽ മെന്റാലിറ്റി ഉണ്ട്. മീൻസ് എൻ്റെ മെന്റാലിറ്റിയിൽ ചേഞ്ച് വന്നത് നമ്മുടെ ബാധ്യത. ജിദ്ദയിൽ വരുമ്പോൾ എനിക്ക് എനിക്ക് ലോൺസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. നമ്മുടെ മെന്റാലിറ്റി അതിനനുസരിച്ച് മാറി. മീൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് തോന്നി. ഒരു ഫ്രീ ആയിരിക്കും, മെന്റലി ഫ്രീ ആയിരുന്നു ഞാൻ ജിദ്ദയിൽ വരുമ്പോൾ. പറ, കട്ട് ചെയ്യാതെ പറ. അങ്ങനെ മെന്റലി ഫ്രീ ആയിരുന്നപ്പോൾ ഞാൻ കൂടുതൽ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. മറ്റുള്ള എന്ത് ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ടും ഞാൻ സെർച്ച് ചെയ്യാൻ, എനിക്ക് കൂടുതൽ സോഷ്യലി ഇൻട്രാക്റ്റീവ് ആകാൻ തോന്നി. അങ്ങനെ ഞാൻ സഞ്ചാരമാണ് എൻ്റെ കൂടുതൽ ഫീൽഡെന്ന് മനസ്സിലാക്കി ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ശരിക്കും സഞ്ചാരിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നീ യാത്രകളൊക്കെ പോകാറുണ്ടായിരുന്നോ? ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. പക്ഷെ ഞാൻ പേഴ്സണലി യാത്ര പോയിട്ടുണ്ട്, അതായത് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടില്ല. ഇപ്പൊ നമ്മൾ പറയുമ്പോ എവിടേക്കാണ് നീ സഞ്ചാരിയിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു മലയാളി നമ്മള് ഊട്ടി കൊടൈക്കനാൽ എന്ന് പറയുന്ന നമ്മളെ ഒരു പേഴ്സണൽ വാക്കി പറയുന്നല്ലേ, അതുപോലെ ഞാൻ പോവാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഒരു മലയാളി എന്നുള്ള കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഞാൻ പല ജില്ലകളിലും യാത്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ പാർട്ട് ടൈം വർക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് നാട്ടിലെ വർക്ക്. അല്ല, ഇവിടെ സഞ്ചാരിയില് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നീ ഇവിടെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ യാത്ര ഏതാണ്? തായിഫ് മാത്രമാണോ, അതിനപ്പുറം ജസാന്, തബൂക്ക് തുടങ്ങിയ ഏരിയകളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്, വർക്കിന്റെ ഭാഗമല്ലാതെ? ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി വർക്കിന്റെ ഭാഗമല്ലായിട്ട് ഒരു മരം കാണുമ്പോൾ വരെ, അതായത് ഞാൻ ഒരു കസീമിൽ പോവാണ്, ഞാൻ റിയാദിൽ ഉള്ള ഒരാളാണ്. കസീമിൽ പോകുമ്പോൾ ഒരു മരുഭൂമിയിൽ, റിയാദ് ടു കസീം ഒരു മരുഭൂമിയാണ്. അവിടെ ഒരു കാണുമ്പോൾ അവിടെ നിർത്തിയിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ, അതായത് ഒരു മരം കാണുമ്പോൾ, ആ മരുഭൂമിയുടെ ഇടയിൽ ഒരു മരം കാണുമ്പോൾ എനിക്കതൊരു നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അന്നത്തെ സമയത്ത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നാട്ടിലധികം ട്രാവലിംഗ് ഒന്നും നടത്തിയില്ല. എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനഃപൂർവ്വം. പിന്നെ എങ്ങനെയാണ് ജാസിയെ കോൺടാക്ട് ചെയ്യുന്നത്? അത് എവിടെ നിന്ന് കിട്ടി കോൺടാക്ട്? സഞ്ചാരി എന്നുള്ള ഗ്രൂപ്പ്, അതായത് ഫേസ്ബുക്കിൽ കൂടുതൽ ആക്റ്റീവായി. ശരിക്കും സഞ്ചാരിയെ നീ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണോ? ഓഫ് കോഴ്സ്. സഞ്ചാരി ഗ്രൂപ്പ്, അതായത് നമ്മള് സഞ്ചാരി ഗ്രൂപ്പ് കേരളത്തിലുണ്ട്, അതിന് പല യൂണിറ്റ് ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അപ്പൊ പിന്നെ ജിദ്ദയിൽ യൂണിറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു, അങ്ങനെ ജിദ്ദയുടെ ഭാഗമായി? ഇല്ല, റിയാദിൽ യൂണിറ്റ് ഉണ്ടെന്ന് അന്വേഷിച്ചു, അവിടെ ഭാഗമായി. പക്ഷെ അവിടെ എനിക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം ഗ്യാപ്പ് എനിക്ക് കിട്ടി. അപ്പോഴേക്കും നീ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നു, പുതിയ വിസയിൽ വന്നു. ഞാൻ അങ്ങനെ പിന്നീട് ഇവിടെ ജിദ്ദയില് പറയാം, ഞാൻ ഫസ്റ്റ് സെർച്ച് ചെയ്ത ഒരു കാര്യം, അതായത് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് സെർച്ച് ചെയ്ത കാര്യം സഞ്ചാരി ആയിരിക്കും. അപ്പൊ അങ്ങനെ സഞ്ചാരിയുടെ ഭാഗമായി ജാസി ത്രൂ, അങ്ങനെ സഞ്ചാരിയുടെ ഭാഗമായി. ജാസി ത്രൂ അല്ല, അതിന്റെ ഒരു ഭാഗമായിട്ട് ജാസി മാറി. മീൻസ് നമ്മള് ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന്റെ ആൾക്കാർ ബന്ധപ്പെടല്ലോ. അങ്ങനെ ജാസിയാണ് ഫസ്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് സഞ്ചാരിയിലെ നിന്റെ ആദ്യത്തെ ട്രിപ്പ് അത് എങ്ങോട്ടായിരുന്നു? എങ്ങനെയാണ് സഞ്ചാരിയുടെ ആദ്യത്തെ ആ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഇപ്പോഴും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കും കുറച്ച് പേർക്ക്, ആ ഒരു ട്രിപ്പുള്ള കുറച്ച് പേർക്ക് ഓർമ്മ ഉണ്ടാവുക ഞാൻ ആദ്യമായിട്ട് ആ സഞ്ചാരിയിൽ വന്ന ആ ഒരു ട്രിപ്പായിരിക്കും. ഞാൻ അവിടെ കാണിച്ചു കൂട്ടിയ കുറച്ച് ഒരു കോപ്രായത്തരങ്ങൾ, അങ്ങനത്തെ കോപ്രായത്തരല്ല, പക്ഷെ ഒരാളുടെ എക്സൈറ്റ്മെന്റ് പ്രകടിപ്പിക്കില്ലേ, അത് ഫസ്റ്റ് കണ്ടത്. അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് എന്നെ അന്നത്തെ ട്രിപ്പിന്റെ പേരിലും ഇപ്പോൾ എന്നെ അത് നമ്മുടെ മൂൺവാലി ആയിരുന്നു. മൂൺവാലി അവന്റ് ഫസ്റ്റ് വന്ന വഴിക്ക് ഞാൻ അതിൽ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുത്തു. നമ്മളൊരു പുതിയ മെമ്പർ എന്നുള്ള ഒരു ഇതുണ്ടാകുന്നില്ല. അപ്പോൾ അന്ന് കുറേ പേരെ പരിചയപ്പെട്ടു. അന്ന് പരിചയപ്പെട്ട എനിക്ക് പോലും ഓർമ്മയില്ലാത്ത ആൾ പിന്നീട് എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തായിട്ട് മാറി. അന്ന് അയാൾ എന്നെ പരിചയപ്പെട്ടില്ല, ഒരാളെന്നല്ല, ആ ഒരു പരിചയപ്പെട്ട ഇവന്റ് എന്നെ ഒരുപാട് സുഹൃത്തു വലയങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണ് സഞ്ചാരിയുടെ അഡ്മിൻ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിയത്? അഡ്മിൻ എന്നുള്ള രീതിയിലേക്ക് എന്ന് പറഞ്ഞത്, ഞാൻ കാര്യമായിട്ട് ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. അതായത് ഏത് മെസ്സേജ് വന്നില്ലെങ്കിൽ, മീൻസ് നമ്മൾ ചർച്ചകളിലേക്ക് കൂടുതൽ എല്ലാവരും
ഒന്നുമില്ല, ചാടി പിടിച്ച് നമ്മൾ ചർച്ചകളൊക്കെ തയ്യാറാവാൻ അല്ലെങ്കിൽ വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെയും പറയാം, നമ്മള് അഡ്മിൻ ഗ്രൂപ്പിനെ വിമർശിക്കുമല്ലോ, അതും ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എന്റെ ഫസ്റ്റ് ട്രിപ്പിന് ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ വിമർശിച്ചിട്ട് വലിയ പാരഗ്രാഫും കാര്യങ്ങളൊക്കെ എഴുതിണ്ടാവും. അതായത് അതിന്റെ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ എഴുതിണ്ടാവും. പക്ഷെ അങ്ങനത്തെ പോസ്റ്റുകളൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്താണ്, അഡ്മിൻ ആയപ്പോ അതിനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു? നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വന്നപ്പോ എനിക്ക് പറ്റിയ എന്റെ എല്ലാം നെഗറ്റീവ്സും പോസിറ്റീവ്സും. അന്ന് ഞാൻ വെറും മെമ്പറാണ്. അല്ല, ഇപ്പൊ ഒരു ഈവന്റ് നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഈ അന്ന് നീ ഒരു മെമ്പർ ആയിരുന്ന സമയത്ത് പോസ്റ്റ് ചെയ്തിരുന്ന ഈ നെഗറ്റീവും പോസിറ്റീവും ഇപ്പൊ ഒരു അഡ്മിൻ എന്നുള്ള നിലക്ക് ഒരു ഈവന്റ് നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ അഡ്മിൻസ് ഗ്രൂപ്പിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? അത് നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള അഡ്മിന്റെ ഭാഗമായിട്ടുള്ള. ഓക്കെ, അഡ്മിൻ ആയതിനു ശേഷം നിന്റെ ആദ്യത്തെ ഒരു ട്രിപ്പ് നീ ആയിട്ട് ഓർഗനൈസ് ആയതും പറയാം. നമ്മളെ ഗ്രൂപ്പില് നമ്മളെ എല്ലാരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അഡ്മിൻ ആവാൻ തയ്യാറാണോ? നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിനക്ക് വേണോ അഡ്മിൻ ആവണോ? നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ നോക്കും, അവരെത്ര കാലം ആക്റ്റീവ് ആണെന്നുള്ളത്. മിനിമം ആക്റ്റീവ് ആണ്. ഇപ്പോൾ നമ്മള് ഈവൻ നിരവധി ഇവന്റ്സിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു, ആർക്കെങ്കിലും അഡ്മിൻ ആവാൻ താല്പര്യം ഉണ്ടോന്ന്. അപ്പൊ അഡ്മിൻ എന്നുള്ളത് വലിയ സംഭവം ഒന്നല്ല. ഒരുപാട് പേര് അഡ്മിനെ വിമർശിക്കും. എന്നാലും അഡ്മിൻ എന്ന് പറയുമ്പോൾ അവരാണോ നമ്മുടെ നേതാക്കൾ? അവരാണ് നമുക്ക് ഒരു ഈവന്റ് നടത്തേണ്ടത്, അല്ലെങ്കിൽ അവരാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇല്ല, ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അഡ്മിൻ ആവാം. ഞാൻ ലീഡ് ചെയ്യാൻ തയ്യാറായെന്ന് വരുന്ന കുറച്ച് അഡ്മിൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നത് എന്താ വെച്ചാൽ, ഞാനൊരു ഇവന്റ് സ്വന്തമായിട്ട് കോർഡിനേറ്റ് ചെയ്ത്. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വലുതാക്കി പറയല്ല, പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മുടെ ഗ്രൂപ്പില് സഞ്ചാര ഗ്രൂപ്പില് പറയേണ്ട ഒരു ഇതാണ്. ഞാൻ അന്ന് സഞ്ചാര ഗ്രൂപ്പിൽ വല്ലാണ്ട് അഡ്മിന് ശേഷമായിട്ടാണോ? അഡ്മിൻ ആവുന്നതിന് മുന്നേ ഒരു മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്തു. ഇവന്റ് അല്ല, അതിന്റെ ഒരു ഇൻസിഡന്റ് എന്താ വെച്ചാല്, എനിക്കൊരു മൗണ്ടൻ ഹൈക്ക് ചെയ്യണം. ഞാനൊരു കണ്ടുവച്ചൊരു മൗണ്ടൻ, അതെനിക്ക് ഹൈക്ക് ചെയ്യണം. അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാനത് ഒരു പോസ്റ്റായിട്ട് ഇട്ടു. ആർക്ക് വരാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു കുറച്ച് പേര് എന്നെ PM കോൺടാക്ട് ചെയ്തപ്പോൾ അത് ഗ്രൂപ്പായി മാറി. ആ ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പായി മാറി. എത്ര പേര് അന്നത്തെ ട്രിപ്പിന് വന്നു? അറൌണ്ട് 36 ആണ് എന്റെ ഓർമ്മ. 36 ആൾക്കാര്. അതും അതില് ഏജ് ലിമിറ്റ് ഉണ്ടാകുന്നില്ല സ്വാഭാവികമായിട്ടും. പക്ഷെ അതിന്റെ കോർഡിനേഷൻ എല്ലാം ഞാൻ ഉൾപ്പെടെ മെയിനായിട്ട് ഞാൻ അത് ആർക്കും വിട്ടുകൊടുത്തില്ല. മീൻസ് എനിക്ക് ഒരു നീ ഓൾറെഡി പോകാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നെ അതിന്റെ എല്ലാ കോർഡിനേഷനും ഞാൻ ഏറ്റെടുത്തപ്പോ അപ്പൊ എനിക്കാണ് അതിൽ ഇതുള്ളത്. നിങ്ങൾ എവിടെ കയറുന്ന എനിക്ക് ഒരു വോയിസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്നു, എല്ലാവരും പരിചയപ്പെട്ടു. ഒരു രാവിലെ ആയിരുന്നു, എല്ലാവരും കോർഡിനേറ്റ് ചെയ്തു. ഫുഡിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തു. രാവിലെ ആയിരുന്നു. നമ്മളങ്ങനെ ആ മല കയറുമ്പോൾ നമ്മളെല്ലാവരും അത്ര റെസ്പെക്ട് ചെയ്തില്ല. ഈവൻ എനിക്ക് വരെ അത് ഹാർഡല്ലായിരുന്നു ആക്ച്വലി. പക്ഷെ അത് പറയുമ്പോൾ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ അത് ഹാർഡായിരുന്നു. പക്ഷെ നമ്മുടെ കൂട്ടത്തില് എല്ലാരും ആ ഡെസ്റ്റിനേഷൻ എത്തി. അതുവരെ എല്ലാരും വെയിറ്റ് ചെയ്തു. അതൊരു സക്സസ്ഫുൾ തന്നെയാണ് ആ ഇവന്റ്. ഒരു പക്ഷേ നമുക്ക് ഇവിടെ കുറച്ച് പേരോട് ചോദിച്ചാൽ അതൊരു സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞാല് ഓക്കെ, ഞാൻ ഇത് പറയില്ല, അത് നല്ല സക്സസ്ഫുൾ ആയിരുന്നു. അല്ല, എല്ലാരും കൂടിയും ആ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ഒരു മലയുടെ പീക്കിലെത്തുക എന്നുള്ളത് സക്സസ് തന്നെയാണ്. ഞാൻ വരെ പ്രതീക്ഷയില്ല, ഇവിടെ കുറച്ച് പേരെ പ്രതീക്ഷയില്ല. ഈവൻ ഞാൻ ബിലീവ് ചെയ്യുന്നു ആ പ്രദേശത്ത് ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ, പ്ലാസ്റ്റിക് ഒന്നുമില്ല, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു റാൻഡംലി ഒരു മല സെലക്ട് ചെയ്താണ്, അത് വേറെ വിഷയം. ഒരു മൗണ്ടൻ, അതൊരു നല്ല സക്സസ്ഫുൾ ഇവന്റ് ആയിരുന്നു. ഇവ ഇറങ്ങി തിരിച്ചതിന് ശേഷം അപ്പോഴാണ് നമ്മുടെ അഡ്മിൻസ് നമ്മളെ അതിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതും ഒരു അഡ്മിൻ ആവാനുള്ള ക്വാളിറ്റി നമ്മുടെ അഡ്മിൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇവന്റിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഒരു അഡ്മിൻസിനെ പ്രഖ്യാപിക്കും. അതിൽ വെച്ചിട്ടാണ് ഞാനും ഷിഹാബും അഡ്മിൻ മക്കത്തുള്ള ഷിഹാബ് അഡ്മിൻസ് ആര് വരുന്നത്. അവൻ നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് അത് നമ്മളായിട്ട്. അതായത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് എനിക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താ വെച്ചാല്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക. ആരെങ്കിലും വരുന്നോ? ഇപ്പൊ ഞാൻ ഒരു ഇന്റർനാഷണൽ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. എക്സാമ്പിൾ അല്ല, ആക്ച്വലി അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, ഹാപ്പൻ ആണ്. അതിൽ ചിലപ്പോ സഞ്ചാരി ജിദ്ദ ഇവന്റ് അല്ല, അത് ഞാൻ
ആരാണെങ്കിലും എനിക്ക് ആരാണെങ്കിലും പ്രശ്നമല്ല. ഞാനൊരു ഇവന്റ് കോർഡിനേറ്റ് ഇവന്റ് അല്ല ഒരു ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യാൻ പോവാണ്. നല്ല ചെയ്യുന്നുണ്ട്. ആ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ആരാണെങ്കിലും വിഷയമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ബജറ്റ് കുറച്ച് വരാം. എല്ലാ സഞ്ചാരികൾക്കും ബജറ്റ് കുറച്ച് വരാം. അതൊരു പ്രധാന ഘടകമാണ്. നല്ലൊരു യാത്ര ചെയ്യാന്നുള്ളതാണ് സന്തോഷ് ജോർജ് പോലെ നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് ആയതുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചത് നമ്മൾ വരുമാനം അങ്ങോട്ട് നമ്മളുള്ള പൈസ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മാക്സിമം കുറക്കുക. നമുക്കതുകൊണ്ട് വേറെ കൺട്രി, അതുകൊണ്ട് ഞാനൊരു അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സഞ്ചാരി അഡ്മിൻ ആയതിനു ശേഷം ഓക്കെ, നീ സഞ്ചാരി അഡ്മിൻ ആവുന്നതിന് മുന്നേ ആണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്ത്. സഞ്ചാരി അഡ്മിൻ ആയതിനു ശേഷം നീ നോട്ടീസബിൾ ആയിട്ട് നീയായിട്ട് ലീഡ് എടുത്തിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു ഇവന്റ്, അതായത് റംഷാദ് പച്ചപ്പ് എന്നുള്ള പേരിലാണ് എന്നെ അറിയപ്പെടുന്നത്. അതായത് ഒരു അൽക്കാമിൽ ട്രിപ്പ് അല്ലേ? അൽക്കാമിൽ ട്രിപ്പ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇപ്പോഴും സ്റ്റിൽ പറയുന്നു. പോയിട്ട് നല്ല മഞ്ഞ് കണ്ട് അടുത്ത ആളെ പറഞ്ഞിരിക്കുകയാണ്, അയാൾക്ക് മഞ്ഞ് കണ്ടില്ല എന്നുള്ളത് നമ്മുടെ കുറ്റല്ല, അവരുടെ സ്വകാര്യതായിരിക്കും പോയാൽ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് മദീനത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ഇഷ്ടമെങ്കിൽ പോകാറില്ല. നമ്മളെ പോസിബിൾ ആയ ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇവന്റ് വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. വരുമ്പോൾ ഒറ്റപ്പെട്ട റൂട്ടുകളിലൂടെ പോവുക, അങ്ങനെ പുതിയ പുതിയ ലൊക്കേഷനുകൾ കണ്ടെത്തുക.